Hello, welcome back to Learnino. So നമ്മുടെ ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ സിലബസ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ 12-നാണ്. ഓക്കെ, ഏപ്രിലെ കലണ്ടർ വന്നപ്പോൾ നമുക്ക് ഡേറ്റ് വന്നിട്ടുണ്ട്. ഏപ്രിൽ 12-നാണ് എക്സാം നടക്കുന്നത്. കാറ്റഗറി നമ്പർ 427/2023. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ നമ്മൾ പ്രീവിയസ് ഇയറിൽ നടന്നിട്ടുള്ള ആ സിലബസ് തന്നെയാണ് നമുക്ക് ഇപ്പോഴും വന്നിട്ടുള്ളത്. അപ്പൊ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നോക്കാം. അതോടൊപ്പം ലേണിനോ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നതായിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് ഞാൻ നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. നമുക്കിപ്പോൾ ഓൾറെഡി നമ്മൾ ഒരു പ്രീമിയം കോഴ്സ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് സെക്കൻഡ് ഫേസിൽ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പൊ അതിൽ ജോയിൻ ചെയ്യണം എന്നുള്ളവർക്ക് അത് ജോയിൻ ചെയ്യാം. അതല്ലെങ്കിൽ ഇനി പുതിയതായിട്ട് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കായിട്ട് നമ്മൾ ജാനുവരി 29 മുതൽക്ക് ഒരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് ഫ്രഷ് ആയിട്ട് പഠിച്ചു തുടങ്ങണം. അതായത് ഇപ്പൊ എക്സാം വന്നു, സിലബസ് വന്നു, ഇനി പഠിച്ചു തുടങ്ങണം എന്ന ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു ഫ്രഷ് കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാം. ഇത് നമ്മുടെ പുതിയ ഒരു സ്റ്റഡി പ്ലാനിനെ ബേസ് ചെയ്തുകൊണ്ട്, അതായത് നമ്മൾ ഒരു 60 to 70 ഡേയ്സിന്റെ ഉള്ളിൽ നമുക്ക് എങ്ങനെ ഈ സിലബസ് കവർ ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു സ്റ്റഡി പ്ലാനിനെ ബേസ് ചെയ്തുകൊണ്ട് എടുക്കുന്ന ഒരു കോഴ്സ് ആയിരിക്കും ഇത്. ഇതിനകത്ത് നമ്മൾ കംപ്ലീറ്റ് സിലബസ് അനുസരിച്ച് ലെക്ചേഴ്സ്, MCQs, നോട്ട്സിന്റെ PDF, MCQയുടെ PDF, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ, ടെസ്റ്റ് സീരീസ് എല്ലാം ഉണ്ടാവും. ഓക്കെ, റിവിഷൻ അടക്കം എല്ലാം ഉണ്ടാവും. സോ നമ്മുടെ ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് ലെക്ചേഴ്സ് വേണ്ട, MCQസും നോട്ട്സും ടെസ്റ്റ് സീരീസും മാത്രം മതി എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പെഷ്യൽ കോഴ്സിൽ ജോയിൻ ചെയ്യാം. ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഇനി അപ്പൊ ഒന്ന് റിവൈസ് ഒക്കെ ചെയ്താൽ മതി, അല്ലെങ്കിൽ കുറച്ച് MCQs ഒക്കെ മതി, ടെസ്റ്റ് സീരീസ് മാത്രം മതി എന്നുള്ളവർക്ക് ഇതിൽ നോട്ട് അടക്കമാണ് കേട്ടോ. അപ്പൊ ഈ സ്പെഷ്യൽ കോഴ്സിൽ ജോയിൻ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് ഇനി ടെസ്റ്റ് സീരീസുകൾ മാത്രം മതി, നിങ്ങൾ വേറെ ഏതെങ്കിലും ഒക്കെ സോഴ്സിൽ നിന്ന് പഠിക്കുന്നവരാണ്, മോക്ക് ടെസ്റ്റുകൾ മാത്രം അറ്റംപ്റ്റ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ടെസ്റ്റ് സീരീസിന് മാത്രമായിട്ടുള്ള ഒരു കോഴ്സും അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏത് കോഴ്സ് വേണമെങ്കിലും സെലക്ട് ചെയ്ത് ലേണിനോടൊപ്പം നിങ്ങൾക്ക് പഠിക്കാം. ഓൾറെഡി ഇപ്പൊ തന്നെ നമുക്ക് ഒരുപാട് സ്റ്റുഡൻസ് ഈ ഒരു ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന നമ്മുടെ പ്രീമിയം കോഴ്സിൽ, കാരണം നമ്മുടെ വൺ ഓഫ് ദി ബെസ്റ്റ് കോഴ്സ് ആണ് ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സിന്റെ. അപ്പൊ ഓൾറെഡി ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്കും എക്സാം എഴുതുന്ന ഓരോരുത്തർക്കും ഇതിൽ ഏതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾക്ക് എന്തായാലും യൂസ് ആയിരിക്കും. സോ ജോയിൻ ചെയ്യാം. ഡീറ്റെയിൽസ് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി സിലബസ് നോക്കാം അല്ലെ. ഫൈൻ. ഇപ്പൊ സിലബസിൽ നമുക്ക് 10 മോഡ്യൂൾസ് ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഓരോ മോഡ്യൂളിന്റെയും വെയിറ്റേജ് എത്ര മാർക്ക് ആണെന്നുള്ളത് അതിനോടൊപ്പം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് ബേസിക് ടേംസ് ആണ് ഫസ്റ്റ് വരുന്നത്. പിന്നെ അതേപോലെ ഇൻസുലേറ്റർ, കണ്ടക്ടർ, സെമി കണ്ടക്ടർ, പിന്നെ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്, ആക്റ്റീവ് ആൻഡ് പാസീവ് കമ്പോണൻസ്, അതിനോടൊപ്പം തന്നെ RLC സർക്യൂട്ട്സ് വരുന്നുണ്ട്, ലാസ്റ്റ് ട്രാൻസ്ഫോമർ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ബേസിക്സ് ഓഫ് AC ആൻഡ് DC മെഷർമെന്റ്സ്, ആക്റ്റീവ് ആൻഡ് പാസീവ് കമ്പോണൻസ് എല്ലാം കൂടെ ചേർന്ന് വരുന്ന വലിയൊരു മോഡ്യൂൾ ആണ്. അത്യാവശ്യം നിറയെ പഠിക്കാനും ഉണ്ട്. 20 മാർക്ക്, ഏറ്റവും കൂടുതൽ വെയിറ്റേജും കൂടെ വരുന്നതാണ് മോഡ്യൂൾ 1 എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ മോഡ്യൂൾ എഗെയിൻ നല്ലപോലെ നേരത്തെ ഫസ്റ്റ് മോഡ്യൂൾ പറഞ്ഞതുപോലെ തന്നെ വെയിറ്റേജ് ഇരുന്ന 22 മാർക്ക് വരുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് മോഡ്യൂളിനേക്കാൾ കൂടുതൽ വരുന്നുണ്ട്, 22 മാർക്ക് വെയിറ്റേജ് വരുന്ന നമ്മുടെ ഇലക്ട്രോണിക്സിന്റെ ഒരു കോർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ വളരെ ബേസിക് ആണ്, അതേപോലെ തന്നെ കോർ ആയിട്ടുള്ള സബ്ജക്ട് ആയിട്ടുള്ള നമ്മുടെ സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് ആൻഡ് കമ്പോണൻസ് ആണ് ഇതിൽ വരുന്നത്. അതായത് നമ്മുടെ ഡയോഡ്, റെക്ടിഫയർ, ഫിൽട്ടർ, ട്രാൻസിസ്റ്റർ, പവർ ഇലക്ട്രോണിക് കമ്പോണൻസ്, ഇതെല്ലാം കൂടെ വരുന്ന സെക്കൻഡ് മോഡ്യൂൾ 2, 22 മാർക്സ്. നെക്സ്റ്റ് മോഡ്യൂൾ 3 എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രോണിക് സർക്യൂട്ട്സിൽ വരുന്നത് ആംപ്ലിഫയർ, ഓസിലേറ്റർ, ഓപ്പ് ആമ്പ്, വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ്. ഇലക്ട്രോണിക് സർക്യൂട്ട്സിൽ വരുന്ന ടോപ്പിക്സ് എല്ലാം കൂടെ വരുന്നതാണ്. ഇത് 8 മാർക്കാണ് ഇതിന്റെ വെയിറ്റേജ് വരുന്നത്. അപ്പൊ കമ്പയറിംഗ് ടു മോഡ്യൂൾ 1 and 2 വെയിറ്റേജ് കുറവാണ് ആംപ്ലിഫയർ ആൻഡ് ഓസിലേറ്റേഴ്സിന് വരുന്നത്. ദാറ്റ് ഈസ് തേർഡ് മോഡ്യൂൾ. ഓക്കെ, നെക്സ്റ്റ് മോഡ്യൂൾ 4 എന്ന് പറയുന്നത് നമ്മുടെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ്. അതിൽ നമുക്ക് ഗേറ്റ്സ് പഠിക്കാനുണ്ട്, നമ്പർ സിസ്റ്റം പഠിക്കാനുണ്ട്, ലോജിക് ഫാമിലി പഠിക്കാനുണ്ട്, പിന്നെ കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട്, ആഡർ, അതേപോലെ മക്സ്, ഡിമക്സ്, എൻകോഡർ, ഡീകോഡർ, ഫ്ലിപ്പ് ഫ്ലോപ്പ്, ലാച്ച്, കൗണ്ടർ, ഷിഫ്റ്റ് രജിസ്റ്റർ, ഇത്രയും വരുന്ന ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് 15 മാർക്സ്. അത്യാവശ്യം നല്ല വെയിറ്റേജ് ഉണ്ട് മോഡ്യൂൾ 4. നെക്സ്റ്റ് മോഡ്യൂൾ 5 എന്ന് പറയുന്നത് നമുക്ക് ഇലക്ട്രോണിക്സ് വരെ സംബന്ധിച്ചുള്ള നമ്മൾ കുറച്ച്
ഒരു അധികം ചിലപ്പോൾ നമുക്ക് പഠിച്ചില്ലാത്ത അല്ലെങ്കിൽ അത്രയധികം ഓർമ്മ ഉണ്ടാവാത്ത ഒരു ടോപ്പിക് ആയിരിക്കും ഈ മോഡ്യൂൾ 5 വരിക, ദാറ്റ് ഈസ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ്. എന്നാലും ഫണ്ടമെന്റൽസ് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, MS ഓഫീസ്, അതിൽ MS വേർഡും MS എക്സലും, പിന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗും. അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ പൊതുവെ ഇലക്ട്രോണിക്സ് പരീക്ഷകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഈ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് ചിലപ്പോൾ നമ്മൾ അധികം പഠിക്കുന്നുണ്ടാവില്ല, പക്ഷെ 5 മാർക്ക് വെയിറ്റേജ് വരുന്നുള്ളൂ. പഠിക്കാൻ എളുപ്പമാണ്. MS ഓഫീസ് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്, പക്ഷെ കുറച്ച് തിയററ്റിക്കൽ ബേസിൽ പഠിക്കണം. കമ്പ്യൂട്ടർ ഹാർഡ്വെയറും കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ നമുക്ക് അറിയാം, എല്ലാം അറിയാം. കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം, പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് അറിയണം. പിന്നെ നെറ്റ്വർക്കിംഗ്, അതും ഇമ്പോർട്ടന്റ് ആണ്. സോ 5 മാർക്കിന് വരുന്ന മോഡ്യൂൾ 5. മോഡ്യൂൾ 6 ഒരു ചെറിയ മോഡ്യൂൾ ആണ്, അതായത് ഫ്യൂസും പിന്നെ ഫണ്ടമെന്റൽസ് ഓഫ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറും കൂടെ വരുന്ന ഇലക്ട്രിക്കൽ പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ആൻഡ് കൺട്രോൾ സർക്യൂട്ട്സ് വരുന്ന മോഡ്യൂൾ 6. അഗൈൻ 5 മാർക്ക് വെയിറ്റേജ് ആണ്. ദെൻ മോഡ്യൂൾ 7 എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് ആണ്. അതിൽ റേഡിയോ വേവ് പ്രൊപ്പഗേഷൻ, അതുപോലെ തന്നെ ആന്റിന ഫണ്ടമെന്റൽസ്, മോഡുലേഷൻ, അതിൽ അനലോഗ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നതും ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നതുമായിട്ടുള്ള ടോപ്പിക്സ് അതിനകത്ത് വരുന്നുണ്ട്. ദെൻ ഫൈബർ ഓപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. 10 മാർക്ക് വെയിറ്റേജിലാണ് കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് മോഡ്യൂൾ 7 വരുന്നത്. മോഡ്യൂൾ 8 നോക്കുവാണെങ്കിൽ മൈക്രോ കൺട്രോളർ 8051 മൈക്രോ കൺട്രോളർ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. മൈക്രോ കൺട്രോളറിന്റെ ആർക്കിടെക്ചർ, പിൻ ഡീറ്റെയിൽസ്, അതേപോലെ തന്നെ അതിന്റെ ഇന്റർഫേസിംഗ്, അതിന്റെ ഡിഫറെന്റ് വേരിയന്റ്സ് ഓഫ് 8051 ഇതെല്ലാം കൂടെ വരുന്നത്. പക്ഷെ 5 മാർക്ക് മാത്രമേ വെയിറ്റേജ് വരുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് മോഡ്യൂൾ 9 സെൻസർ ട്രാൻസ്ഡ്യൂസർ ആപ്ലിക്കേഷൻസ് ആണ്. അതിൽ ആക്റ്റീവ് ആൻഡ് പാസീവ് ട്രാൻസ്ഡ്യൂസർ, തെർമിസ്റ്റർ, തെർമോകപ്പിൾ, സ്ട്രെയിൻ ഗേജ് എല്ലാം കൂടെ വരുന്നത്. അഗൈൻ 5 മാർക്ക്. ആൻഡ് ലാസ്റ്റ് മോഡ്യൂൾ SMPS, ഇൻവെർട്ടർ, UPS ആൻഡ് സോളാർ പവർ, അതിലും 5 മാർക്ക് തന്നെയാണ് വരുന്നത്. സോ ഇത്രയാണ് നമുക്ക് 10 മോഡ്യൂളിൽ പറയാനുള്ളത്. ഓക്കെ, സോ നമ്മുടെ ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഇയറും കോഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ യൂട്യൂബിൽ നമ്മൾ കുറേ അധികം വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ലാസ്റ്റ് ഇയറിലും നമ്മുടെ കുട്ടികളെ ലിസ്റ്റിലൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ നമ്മുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോസ് കണ്ടിട്ടും ഒരുപാട് പേര് നമുക്ക് കമന്റ് ചെയ്തിട്ടുണ്ട് വളരെയധികം എക്സാമിന് യൂസ്ഫുൾ ആയിരുന്നു എന്നുള്ളത്. അപ്പൊ ഇപ്പൊ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ റൺ ചെയ്യുന്ന പ്രീമിയം കോഴ്സിൽ നമുക്ക് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അവരൊക്കെ ഫസ്റ്റ് ഫേസ് കംപ്ലീറ്റ് ചെയ്ത് സെക്കൻഡ് ഫേസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ കറക്റ്റ് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കളക്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. കറക്റ്റ് ആയിട്ട് കൃത്യമായി മനസ്സിലാവുന്ന രീതിയിൽ ഷോർട്ട് ആയിട്ടുള്ള വീഡിയോസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പലതരത്തിലുള്ള ടെസ്റ്റ് സീരീസുകൾ, അതായത് മോഡ്യൂൾ വൈസ് ആയിട്ടും വീക്ക്ലി ടെസ്റ്റ് സീരീസ് ആയിട്ടും പിന്നെ അതേപോലെ എങ്ങനെയാണോ എക്സാം പാറ്റേൺ വരുന്ന ആ രീതിയിലുള്ള ടെസ്റ്റ് സീരീസ് ആയിട്ടും ഇതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളുടെ നോട്ട്സ് PDF ആയിട്ടും MCQ PDF ആയിട്ടും അങ്ങനെ എങ്ങനെയൊക്കെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാമോ ഇതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻ അഡീഷൻ ടു ദാറ്റ് നമ്മൾ പേഴ്സണൽ മെന്ററിംഗ് കൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഫാക്കൽറ്റീസ് നിങ്ങളെ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്ത് എങ്ങനെയാണ് നിങ്ങളുടെ പഠനം കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏത് രീതിയിൽ പഠിക്കാനായി ബന്ധപ്പെട്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മളോട് ഫ്രീ ആയിട്ട് സംസാരിക്കാവുന്നതാണ്. സോ അങ്ങനെ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് എക്സാം എഴുതുന്നവർക്ക് തീർച്ചയായിട്ടും ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ലേണിനോ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സിന്റെ നമ്മളിൽ നിന്ന് ചൂസ് ചെയ്ത് പഠിച്ചു തുടങ്ങാം. സോ താങ്ക് യു.